ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും പരിശുദ്ധ അമ്മയുടെ കൈകളിൽ നിങ്ങളുടെ സങ്കടങ്ങളെ, നിങ്ങളുടെ വേദനകളെ, നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ആ വേദനയെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുക. ഉറപ്പായും നിങ്ങളുടെ ആ വേദനയിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി പരിശുദ്ധ അമ്മയോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആരെങ്കിലും പുതിയതായി ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കുചേരുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന പ്രാർത്ഥനാ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോ ആൻഡ് ജി മീഡിയ എന്ന ഈ പ്രാർത്ഥനാ ചാനലിലൂടെ ഇപ്പോൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവരുടെ നിയോഗങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏറ്റവും വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ പ്രിയപുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം അമ്മ ഞങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ, ഈ പ്രഭാതവും ഈ ദിവസവും എൻ്റെ ആയുസ്സുമെല്ലാം ദാനമായി തന്ന കാരുണ്യമേ, നന്ദിയോടെ സ്തോത്രം. ഈ പകൽ മുഴുവൻ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നയിക്കണമേ. എൻ്റെ നസ്രായ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പതറി നിൽക്കാതെ അവയെല്ലാം നിന്റെ ഹിതമാണെന്ന തിരിച്ചറിവോടെ നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന ഉറച്ച ബോധ്യത്തോടെ മുന്നോട്ടു പോകാൻ അങ്ങ് എന്നെ സഹായിക്കണമേ. ചെറുതും വലുതുമായ ആരോടും പറയാൻ പോലും പറ്റാത്ത പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിരാശരാകാതെ അവയെല്ലാം ദൈവഹിതം എന്നിൽ നിറവേറുവാൻ വേണ്ടിയാണെന്ന് തിരിച്ചറിയുവാൻ തക്ക വിധത്തിൽ എൻ്റെ ഹൃദയത്തെ വലുതാക്കണമേ. പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ദൈവത്തെ പൂർണ്ണ ശക്തിയോടെ, മനസ്സോടെ, ശരീരത്തോടെ ഇന്നും എന്നും ദാനിയേലിനെ പോലെ സഹനത്തിൻ്റെ തീയിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കും, പ്രാർത്ഥിക്കും. അങ്ങ് എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന സന്തോഷമായാലും സന്താപമായാലും ഞാൻ അങ്ങയെ ആരാധിക്കും. പീഡനങ്ങളിൽ പോലും ഞാൻ അങ്ങയെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അങ്ങാണല്ലോ എല്ലാ ജ്ഞാനത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും എല്ലാ പ്രശ്ന പരിഹാരത്തിൻ്റെയും ഉറവിടം. ഞാൻ എൻ്റെ ആത്മാവിനെ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ, ഞാൻ നേരിടുന്ന എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും അമ്മ അതിവേഗം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അങ്ങ് എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ.
എന്നെ രൂപാന്തരപ്പെടുത്തി ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റണമേ. എൻ്റെ കുറവുകളെയും കുറ്റങ്ങളെയും കാരണമാക്കാതെ അവയെല്ലാം പുറത്ത് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നും അതിവേഗം എന്നെ കരകയറ്റണമേ. അമ്മേ മാതാവേ, അങ്ങയുടെ ശക്തിയായ അനുഗ്രഹീത കരം എൻ്റെ നേരെ നീട്ടണമേ. അമ്മയുടെ സാന്നിധ്യം ഏറ്റവും അത്യാവശ്യമായ എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഉണ്ടായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, സ്വർഗലോക റാണി, ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഞാൻ അനുഭവിക്കുന്ന വേദനകൾ, അത് എൻ്റെ ആത്മാവിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രയാസമേറിയ കഷ്ടകാല സമയത്ത് അമ്മ എന്നെ ഉപേക്ഷിക്കരുത് എന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അമ്മേ, ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ഇതാ അമ്മയിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എടുക്കുന്ന ചെറുതും വലുതുമായ ഓരോ തീരുമാനങ്ങളും അമ്മയുടെ ഇഷ്ടം തേടിക്കൊണ്ടുള്ളതായിരിക്കും. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, കൃപാസനം മാതാവേ, ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബത്തിൽ വസിക്കുന്നവരെയും അമ്മയുടെ ഹൃദയത്തിൻ്റെ സ്നേഹവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. അമ്മേ, ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളും പ്രാർത്ഥനകളും അമ്മ അമ്മയുടെ തിരുക്കരത്തിൽ സ്വീകരിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കണമേ. നിത്യവും സഹായകമായി ഞങ്ങളോടൊപ്പം ഉള്ള ഞങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ ജീവിതപാതകളെ നേർവഴിയിലാക്കി ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. അമ്മേ, അങ്ങയുടെ മകന്റെ രോഗസൗഖ്യശക്തി ഞങ്ങളിൽ ചൊരിയണമേ. വാഗ്ദാനത്തിൻ്റെ പേടകമായ പരിശുദ്ധ അമ്മേ, ഈ പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന ഓരോ മക്കളുടെയും ആവശ്യങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. അമ്മേ, അമ്മയിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ട് നെഞ്ചുപൊട്ടി വിങ്ങിക്കരയുന്ന ഈ മക്കളെ അമ്മ താങ്ങി നിർത്തണമേ. കുറ്റപ്പെടുത്തുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും പഴിചാരുന്നവരുടെയും ഇടയിൽ അമ്മ ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കണമേ.
മാതാവേ, ഞങ്ങളിൽ നിന്റെ സ്നേഹവും സമാധാനവും ആത്മധൈര്യവും കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനയാത്രകളിലും ഞങ്ങളുടെ പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാം അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകണമേ. അമ്മേ, ഞങ്ങൾക്ക് നേരെ അലയടിച്ചു വരുന്ന സാത്താന്റെ പ്രവർത്തനങ്ങളെ അമ്മയുടെ അത്ഭുത ശക്തിയാൽ ബന്ധിക്കണമേ. ദൈവസ്നേഹത്താൽ തിളങ്ങുന്ന പ്രഭാത നക്ഷത്രമായ അങ്ങ് അങ്ങയുടെ പ്രിയ കുമാരനോട് ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾ അമ്മയുടെ സംരക്ഷണത്താൽ കൃപയുള്ളവർ ആകട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നേരിടുവാൻ കഴിയാത്ത വെല്ലുവിളികൾ നേരിടുമ്പോൾ പരിശുദ്ധ അമ്മേ, അമ്മ സഹായകമായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളെ വിഷമിപ്പിക്കുന്നതും പരിഹാരമില്ലെന്ന് തോന്നുന്നതുമായ സാഹചര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുവാൻ കൂടെ ഉണ്ടാകണമേ. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും അസാധ്യമല്ല. എല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവിക മാതൃത്വത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയും ഞങ്ങളുടെ കണ്ണുകളുടെ കണ്ണുനീരും അമ്മ മനസ്സിലാക്കുന്നുവല്ലോ. അതിനാൽ ഞങ്ങളെ അമ്മയുടെ സ്നേഹത്തിൻ്റെ മേലങ്കിയാൽ പൊതിഞ്ഞ് അമ്മയോട് ചേർത്ത് നിർത്തണമേ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. തിന്മകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും വെല്ലുവിളികളെ നേരിടുവാനുള്ള ശാന്തതയും പ്രയാസങ്ങളെ തരണം ചെയ്യുവാനുള്ള കരുത്തും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ യാത്ര തുടരുവാനുള്ള സ്ഥിരോത്സാഹം ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ കൈകൾ ഞങ്ങളുടെ മേൽ നീട്ടി ഞങ്ങൾക്ക് അമ്മയുടെ സംരക്ഷണം നൽകണമേ. സ്നേഹമുള്ള മാതാവേ, ഞങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അമ്മ അറിയുന്നുവല്ലോ. അതിനാൽ ഞങ്ങളുടെ അപേക്ഷകളും ആഗ്രഹങ്ങളും ഞങ്ങൾ ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ നിമിഷം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. മാത്രമല്ല, പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാ വ്യക്തികളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകൾ ഏറ്റെടുക്കണമേ.
ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മാതാവേ, ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ജ്ഞാനവും ഞങ്ങളുടെ ഭയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യവും ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുവാനുള്ള ആന്തരിക സമാധാനവും നൽകുന്നത് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ പിതാവിനോട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉയർത്തേണമേ. അങ്ങനെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾക്ക് വളരെ അധികം ആവശ്യമുള്ള കൃപകൾ നൽകട്ടെ. ദയയുള്ള അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിൽ ഞങ്ങളെ നിലനിർത്തുന്ന അമ്മയുടെ അനുഗ്രഹങ്ങൾക്കും മാതൃപരമായ സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. വിശ്വാസത്തിൻ്റെ പാതയിൽ ഞങ്ങളെ നയിക്കുന്ന അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. മക്കളായ ഞങ്ങളെ ഒരിക്കലും കൈവിടാത്ത കരുണയുള്ള അമ്മയാണ് ഞങ്ങളുടെ അമ്മ. ഞങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും അമ്മയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന നന്മയുടെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന സന്തോഷത്തിൻ്റെയും വേദനയുടെയും സമയങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ, ഞങ്ങളുടെ രോഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അമ്മ അറിയുന്നുവല്ലോ. ഈ നിമിഷത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യവും ആശ്വാസവും രോഗശാന്തിയും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്നും അമ്മയുടെ മാധ്യസ്ഥത്താൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുവാനും എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തരാകുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ സ്നേഹമുള്ള കരങ്ങൾ ഞങ്ങളെ വലയം ചെയ്യട്ടെ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മയുടെ പ്രിയ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ദൈവകരങ്ങളിൽ, അമ്മയുടെ മാതൃകരങ്ങളിൽ സുരക്ഷിതരായിരിക്കട്ടെ.
അസാധ്യ കാര്യങ്ങളുടെ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അങ്ങനെ ദൈവം തൻ്റെ അനന്തമായ നന്മയിൽ ഞങ്ങൾ തേടുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകട്ടെ. കൃപയും സ്നേഹവും നിറഞ്ഞ അമ്മേ, തീക്ഷ്ണമായ ഭക്തിയുടെ ഈ നിമിഷത്തിൽ അത്യുന്നതന്റെ മുൻപാകെ അമ്മയുടെ സഹായത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ദുഃഖങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണം ചെയ്യാനാകാത്തതായി തോന്നുന്ന പ്രതിബന്ധങ്ങളിൽ ഞങ്ങളെ നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ സഹായത്തിനായി ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ ഭവനത്തെ സമർപ്പിക്കുന്നു. എൻ്റെ മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ, സഹായം ആവശ്യമുള്ള എല്ലാവരെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങളുടെ മുൻപിലുണ്ടെന്നും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നുണ്ടെന്നും എനിക്കറിയാം. കാരണം ഞാൻ എൻ്റെ അകക്കണ്ണിൽ എൻ്റെ അമ്മയെ കാണുന്നു. അമ്മേ, മാതാവേ, എൻ്റെ ആവശ്യങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടാകണമേ. അമ്മയുടെ വിശുദ്ധ മേലങ്കിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും പൊതിഞ്ഞ് എല്ലാ തിന്മകളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ലോകത്തിൻ്റെ തിന്മകളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ മാതൃസ്നേഹത്തിൽ പൊതിയണമേ. ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ ശാശ്വതങ്ങളിലും അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. എൻ്റെ ഭവനത്തിൽ ഞങ്ങൾ ഏറ്റവും അധികം വിഷമിക്കുന്ന പ്രതിസന്ധികളിൽ അമ്മയുടെ കരുണയുള്ള കരങ്ങൾ നീട്ടണമേ. രോഗികളായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മുറിവുകളെ സുഖപ്പെടുത്തണമേ. തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. കാരുണ്യത്തിൻ്റെ അമ്മേ, എനിക്കും എൻ്റെ ഭവനത്തിലുള്ളവർക്കും ഏറ്റവും ആവശ്യമായ നിയോഗങ്ങൾ ഈ പ്രാർത്ഥനയുടെ ഈ സമയത്തിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളെ ഒരു സംരക്ഷണ കവചം പോലെ പൊതിയട്ടെ. അമ്മയുടെ ശക്തമായ സഹായത്തോടെ ഞങ്ങൾ വളരെ അധികം ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളും വിടുതലും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഭവനത്തിലുള്ള ഓരോ വ്യക്തികളെയും അമ്മ സ്പർശിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിന് ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ. അമ്മേ, മാതാവേ, ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന
എല്ലാവരെയും അമ്മയുടെ തിരുസന്നിധിയിൽ തരുന്നു. എല്ലാവരുടെയും നിയോഗങ്ങളെ അമ്മ സാധിച്ചു തരും എന്ന ഉറപ്പിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന അമ്മയുടെ തിരുസന്നിധിയിൽ വയ്ക്കുന്നു. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.